ഇങ്ങനത്തെ ഒരു 3 സോളാർ പാനൽ വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രീ എനർജിയിൽ ഓടുന്ന ഒരു കാറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലൂടെ സെറ്റ് ചെയ്യണം. ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു സോളാർ കാറാണ്. അപ്പോൾ സോളാർ കാർ കേരളത്തിൽ വേറെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. ബൂട്ട്മോ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നമുക്ക് ഒരുവിധം സ്പെയർ കാറുകളെ ഇപ്പം കിട്ടാത്ത, ഇപ്പോൾ അവൈലബിൾ അല്ലാത്ത ഒരുവിധം സ്പെയറുകളൊക്കെ ഈ ബൂട്ട്മോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൽ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് തന്നെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ പറ്റിയിട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം, 10 ദിവസം റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ബൂട്ട്മോ എന്ന് പറഞ്ഞ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ തന്നെ വണ്ടിയുടെ മോഡൽ കാര്യങ്ങൾ എന്ത് സാധനം വേണ്ടതെന്ന് ഇങ്ങനെ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സാധനമാണ് ഫ്രണ്ട്സ്. എൻ്റെ പുറകിൽ കണ്ടില്ലേ, ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു സോളാർ കാറാണ്. അപ്പോൾ സോളാർ കാർ കേരളത്തിൽ വേറെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പം ബൈക്കിൻ്റെ കിറ്റ് കൊണ്ടാണ് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 48 വോൾട്ടിൻ്റെ മോട്ടർ, അതിൻ്റെ ഫുൾ കിറ്റ് ആമസോണിൽ 8000 രൂപയ്ക്കുണ്ട്. അതും 48 വോൾട്ടിൻ്റെ 12 വോൾട്ടിൻ്റെ 4 ബാറ്ററിയാണ് ഞാൻ യൂസ് ചെയ്തത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുന്നത്, നമ്മൾ ഇലക്ട്രിക് കാറ് സ്കൂട്ടറൊക്കെ നമുക്ക് ചെയ്യാം, സിമ്പിളായി ചെയ്യാം. പക്ഷേ നമ്മൾ മൈലേജ് എന്ന് പറയുന്നത്, ഞാൻ ഉപയോഗിച്ച ബാറ്ററി ലിഥിയം ബാറ്ററി അല്ല, ലെഡ് ആസിഡ് ആണ്. ലിഥിയം ബാറ്ററി വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല 10-15,000 രൂപ വരും. ഇതൊരു 8000 രൂപ ആയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഈ ബാറ്ററി തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ല മൈലേജ് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് നമ്മൾ സോളാർ പാനലിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ സോളാറിൽ എങ്ങനെ നമുക്കത് ചാർജ് ആക്കി എടുക്കാം ബാറ്ററി. അങ്ങനെ 3 പാനൽ ഞാൻ വാങ്ങി. 40 വാട്ട്സിൻ്റെ 12 വോൾട്ട്, 40 വാട്ട്സിൻ്റെ 3 സോളാർ പാനൽ വാങ്ങി. അതിന് ബൂസ്റ്റർ വെച്ചപ്പോൾ ഔട്ട്പുട്ട് എനിക്ക് 50 വോൾട്ട് കിട്ടുന്നുണ്ട്. അത് ഞാൻ ഇതിൽ കണക്ട് ചെയ്തപ്പോൾ ഇപ്പം ഞാൻ സോളാർ പാനൽ വാങ്ങി അന്ന് മുതലാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് വെയിലേ കിട്ടിയിട്ടില്ല, ഫുൾ മഴയാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഇതിൽ ചാർജിങ് നടക്കുന്നുണ്ട്. കാരണം നല്ല വെയിലുണ്ടെങ്കിൽ നമ്മൾ യാത്രയിൽ തന്നെ ഓട്ടോമാറ്റിക്കായി ചാർജിങ് നടക്കുന്നുണ്ട്. ആ ഒരു സിസ്റ്റമാണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പം ഞാൻ ഇനി യൂസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ടോട്ടൽ എനിക്ക് ചിലവ് വന്നത് ഏകദേശം ഒരു 18,000 രൂപേൻ്റെ അടുത്താണ് എനിക്ക് ചിലവ് വന്നത്. ഇത് 4 ബാറ്ററി ഞാൻ കൊടുത്ത് 12 വോൾട്ടിൻ്റെ 4 ബാറ്ററിയാണ് വരുന്നത്. പിന്നെ നമ്മളെ ഒരു മോട്ടർ 48 വോൾട്ടിൻ്റെ DC മോട്ടറാണ്. ഇത് ആമസോണിലുണ്ട്. പിന്നെ അതിൻ്റെ ഫുൾ കിറ്റും കാര്യങ്ങളും പവർ സപ്ലൈ യൂണിറ്റ് എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, എൻ്റെ കയ്യിലുണ്ട്. പിന്നെ പുറകിൽ നോക്കുകയാണെങ്കിൽ ഇത് ബൈക്കാണ്, പൾസറിൻ്റെ സിംഗാം, അതുപോലെ തന്നെ ടയറാണ് പുറകിൽ ഞാൻ കൊടുത്തത്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് നല്ല ത്രോട്ടിലാണ്. ടയർ നമ്മളെ ഉന്തുവണ്ടിക്കൊക്കെ വരുന്നില്ലേ, അർബാന, അതിനൊക്കെ വരുന്ന ടയറാണ് കൊടുത്തത്. പിന്നെ ഫ്രണ്ടിലും അതേപോലെ തന്നെ പൾസറിൻ്റെ 2 ഷോക്ക്, അതിൻ്റെ സിംഗാം തന്നെയാണ് ഫ്രണ്ടിലും കൊടുത്തത്. അതിന് ഉള്ളോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് ഒരു 16,000-17,000 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു മോഡലിൽ ചെയ്തത്. അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പാനൽ. ഇതാണ് സോളാർ പാനൽ. ഇത് അത്യാവശ്യം നീളം നോക്കുകയാണെങ്കിൽ ഒരു 1.5 മീറ്റർ അല്ലേ, 2 മീറ്റർ അടുത്തുണ്ടാവില്ലേ നീളം, ഇത്ര നീളമുണ്ട്. ഇതിൽ നിന്നാണ് ഞാൻ കണക്ഷൻ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ വയറിങ് കൊടുത്തത്. ഇത് നേരെ ബാറ്ററിയിലേക്കാണ് പോവുക. പിന്നെ എന്താണെന്ന് പറയുകയാണെങ്കിൽ ബ്രേക്ക് സാധാരണ പൾസറിൻ്റെ ബ്രേക്ക് തന്നെയാണ്, പെഡൽ തന്നെയാണ്. അത് കണ്ടല്ലേ, അടിയിലേക്ക് കുറച്ച് ലെങ്ത്ത് തന്നെ കൊടുത്തു, കാരണം അവിടെ നിന്ന് ഇവിടെ വരെ എത്തണമല്ലോ. അപ്പം 2 പീസ് ഈ റോഡ് വാങ്ങി വെൽഡ് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ സോളാർ കാറ്. ഈ കാറിന് ഒരു പേര് ഞാൻ നിശ്ചയിച്ചത് SRV സോളാർ കാർ എന്നാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ, ഇതൊരു പ്രോട്ടോടൈപ്പാണ്, ജസ്റ്റ് ഇത് സക്സസ് ആവുമോ എന്നറിയില്ല. ഇപ്പോൾ ഏകദേശം ഈ ഒരു വെളിച്ചത്തിൽ തന്നെ അത്യാവശ്യം വണ്ടി ചാർജ് ആവുന്നുണ്ട്, ഓടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ എത്ര കിലോമീറ്റർ കിട്ടും എന്നുള്ള ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പം ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ഞാൻ കൊട്ടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത്
ഒരു ഓൾട്രേഷൻ ചെയ്ത സ്റ്റിയറിംഗ് തന്നെ അങ്ങനെ തന്നെ എനിക്ക് കിട്ടിയതാണ്. ഏത് വണ്ടീൻ്റെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇത് മാക്സിമോൻ്റെ സ്റ്റിയറിംഗ് ബോക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കിയതാണ്. അപ്പോൾ നമ്മൾ 12 വോൾട്ടിൻ്റെ 4 ബാറ്ററിയാണ് കൊടുക്കുന്നത്. 48 വോൾട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മോട്ടർ 48 വോൾട്ടിൻ്റെ ആണ്, 750 വാട്ട്സ്. അപ്പോൾ തൽക്കാലം ഇതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇത് പൾസറിൻ്റെ വീലിലേക്കാണ് ഈ മോട്ടർ കണക്ട് ചെയ്തത്. അവസാനം നമ്മൾ ബാറ്ററീൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. ഈ ത്രോട്ടൽ ഇപ്പം എൻ്റെ കയ്യിലാണ്. ഇത് കാലിലേക്ക് കൊടുക്കണം ആക്സിലേറ്റർ ആയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഇരിക്കുകയാണ്. ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ, ഓവർ സ്പീഡ് കൊടുക്കാൻ പറ്റില്ല, അതിന് ബ്രേക്ക് ഒന്നും കൊടുത്തില്ല. ഇത് പതുക്കെ കൊടുത്താൽ മതി. അതിൻ്റെ പവർ ഉണ്ടോ ഫ്രണ്ട്സ്? നമ്മളെ ഇങ്ങനത്തെ ഒരു 3 സോളാർ പാനൽ വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രീ എനർജിയിൽ ഓടുന്ന ഒരു കാറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇവിടെ സെറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മളെ വണ്ടിയുടെ ഏകദേശം ഒരു 40% പണി കഴിഞ്ഞ്. ഇനി ഒരു ബോഡി മാത്രം ചെയ്താൽ മതി. ഇനി ബാറ്ററി കൊടുക്കണം. ഞാനിപ്പോൾ ബ്രേക്ക് കൊടുത്തു. ഇവിടുന്ന് ബാക്കിൽ നിന്ന് റോഡ് കുറച്ചും കൂടി വലുതാണ് കൊടുത്തത്, കാരണം ഇവിടെ വരെ എത്തണമല്ലോ. ഇതാണ് ബ്രേക്ക് നമ്മളെ സിസ്റ്റം വരുന്നത്. പൾസറിൻ്റെ വീലാണ് ബാക്കിൽ, അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കിറ്റിൽ വരുന്ന നമ്മളെ ത്രോട്ടൽ ഇങ്ങനെ കൊടുത്തു. നമ്മൾ കാലിൽ ആക്സിലേറ്റർ ആയിട്ട്. അപ്പം ദുരം പിടിക്കും, മഴക്കാലല്ല വരുന്നത്. ഫ്രണ്ട്സ്, ചെറിയ മാറ്റം വരുത്തി. മോട്ടർ താഴേക്ക് കൊടുത്തു. കാരണം മുകളിൽ കൊടുക്കുമ്പം അത് ഓണാക്കുമ്പം ചെയിൻ ലൂസായി പോകുന്നുണ്ട് മോട്ടർ വലിക്കുമ്പോഴേ. താഴേക്ക് കൊടുക്കുമ്പോൾ കറക്റ്റാണ്. ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഇനി മറുകാട് കാര്യങ്ങളൊക്കെ ഷീറ്റ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ നിന്ന് വെൽഡ് ചെയ്ത് വെക്കണം. ആദ്യം റെഡ് കളറായിരുന്നു അടിച്ചത്. ഓൾറെഡി നമ്മളൊരു കാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിന് റെഡ് കളറായിരുന്നല്ലോ. പിന്നെ ഞാൻ ചേഞ്ച് ചെയ്ത് യെല്ലോയിലേക്ക് മാറ്റി. ഫ്രണ്ട്സ്, ഇപ്പോൾ സോളാറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് സീരീസ് ആയിട്ട് കൊടുത്തത്. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, അവസാനം ഒരു പോസിറ്റീവ് നെഗറ്റീവ് ലാസ്റ്റ്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ വെയിറ്റിൽ തന്നെ നമുക്ക് ഒരു 61 വോൾട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ്, കണക്ഷനൊക്കെ ബോഡി ഫിറ്റ് ചെയ്തതിന് ശേഷം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ കൊടുത്ത് ഇവിടെ സീറ്റ് വരും. ഇവിടെയാണ് ഇതിൻ്റെ പാനൽ വരുന്നത്. പാനലിൻ്റെ കണക്ഷൻ ഇതാണ്. സോളാർ പാനലിൻ്റെ